കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള റോഡിന്റെ വികസനത്തിന് കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമാകുന്നു. നിലവിൽ മാലാപ്പറമ്പ് വരെ നടക്കുന്ന വികസനത്തിന്റെ തുടർച്ചയായി വെള്ളിമാടുകുന്ന് റോഡ് പണി നടത്താനാണ് അനുമതി. മാലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെ 3 കിലോമീറ്ററാണ് 24 മീറ്റർ വീതിയിൽ വികസിപ്പിക്കുക. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് 4 വരിയാക്കുന്ന ജോലി പുരോഗമിക്കുമ്പോഴും മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള 3 കിലോമീറ്റർ അനക്കമില്ലാതെ കിടന്നത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ദേശീയപാത 766ന്റെ ഭാഗമായതിനാൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 30-ന് അനുമതിയും ലഭിച്ചു. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ ദേശീയപാതയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം പദ്ധതി വികസിപ്പിക്കാനാണ് ദേശീയപാത അതോറിറ്റി സംസ്ഥാന സർക്കാരിന് NOC നൽകിയത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും അടങ്കൽ തയ്യാറാക്കി ടെൻഡർ ചെയ്യാനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങാതായതോടെ പദ്ധതി പാതിവഴിയിൽ മുടങ്ങി. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതോടെയാണ് മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെ 3 കിലോമീറ്റർ 24 മീറ്റർ വീതിയിൽ 4 വരിപ്പാതയായി വികസിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിട്ടത്. 76.90 കോടി രൂപയാണ് അടങ്കൽ. 3 കിലോമീറ്റർ കൂടി വികസിപ്പിക്കുന്നതോടെ ആകെ ചെലവ് 127.39 കോടി രൂപയാകും. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല. ജനം, കോഴിക്കോട്.